ലഹരിക്കെതിരെ ബൃഹത് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട നിയമം കർശനമായി നടപ്പാക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡി അഡിക്ഷൻ സെന്ററുകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ തിരിച്ചു കൊണ്ടുവരും എന്നുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേക പരിശീലനം നൽകും, അധ്യാപകർക്കും പരിശീലനം നൽകും എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നു. ലഹരിക്കെതിരെ പ്രതിവാര വാർത്താ സമ്മേളനം തുടങ്ങാൻ ആലോചന എന്നുകൂടി മുഖ്യമന്ത്രി 24 ചീഫ് എഡിറ്റർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സമൂഹത്തിനെ പൊതുവിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം വിപത്തുകൾക്കെതിരെ ശക്തമായ നടപടി എന്നാണ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. നമ്മുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ശക്തമായ നടപടി എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതിവാര വാർത്താ സമ്മേളനം എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഇതിനെ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു രോഗമായിട്ട് തന്നെ കാണുന്നു. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ഇതിനിരയാകുന്ന ആൾ അത് കുട്ടിയാകാം, പ്രായമുള്ള ആളാകാം. അതിലേറ്റവും പ്രയാസപ്പെട്ടു വരുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലരെയും മാഫിയ എന്ന് വിളിക്കാൻ പലരെയും മാഫിയ എന്ന് വിളിച്ച് ശീലമുള്ളവരാണ്. അതെ. പക്ഷെ യഥാർത്ഥ മാഫിയ ഇവരാണ്. അതായത് ഇവിടെ കിടക്കുന്നതല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം അതിനുണ്ട്. വളരെ ശക്തവുമാണ്. അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ഗൗരവമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമായി ഇടപെടേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കൂള് അധ്യാപകർ ആ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് എന്താണ് എന്ന് പരിശോധിക്കുകയും വേണം. സാധാരണ ഡ്രഗ്സിനരിയാകുമ്പോൾ അതേവരെയുള്ള സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അത് വേഗം മനസ്സിലാക്കാൻ കഴിയുക അധ്യാപകർക്കാണ്. അതിൽ എൻ്റെ സ്കൂളാണല്ലോ, സ്കൂളിൻ്റെ പേര് മോശമാകും എന്ന ഒരു ചിന്ത പാടില്ല. നമുക്ക് ഇപ്പോൾ അത് കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും, വിരലെണ്ണാവുന്നവരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതാകും. ആ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഇതിൽ നിന്ന് മുക്തരാക്കലാണ് ആവശ്യം. അപ്പോൾ അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കടന്ന കേസാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അയ്യോ, കുട്ടീനെ എങ്ങനെയാണ് അങ്ങനെ കൊണ്ടുപോവുക എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആവശ്യമായി വരും. അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ഇതേ നില തന്നെ കുടുംബവും സ്വീകരിക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും കുടുംബവും. എൻ്റെ മകനോ മകളോ ഇപ്പോൾ രണ്ടു കൂട്ടരും ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ മകനോ മകളോ ഇരയായി പോയെങ്കിൽ തൻ്റെ കുട്ടി ഇതിനിരയായി എന്നുള്ളത് ആരും അറിയണ്ട എന്ന് വെച്ചത് പൂഴ്ത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം പിന്നീടത് വലിയ തോതിൽ പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവം മനുഷ്യനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, സഹോദരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അമ്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അച്ഛനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ വിലപിച്ചില്ല. ഈ അടുത്തിടയ്ക്ക് ഈ 2 മാസത്തിനിടയിൽ 70 കൊലപാതകങ്ങളിൽ 30 എണ്ണവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അതെ. അപ്പോൾ അന്നേരം വിലപിച്ചിട്ട് കാര്യമില്ല. അത് തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇത്തരം മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതിന് അതിവിപുലമായ ഒരു ക്യാമ്പയിൻ, പൊതു ക്യാമ്പയിൻ വരേണ്ടത്. എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. അതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ
സമൂഹത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, അത് കുട്ടികളുടെ മനഃശാസ്ത്രജ്ഞരടക്കം മറ്റ് വിവിധ തരത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ചർച്ച ഈ മാസം അവസാനം നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിൽ വെച്ച് ഒരു വിശദമായൊരു പരിപാടി തയ്യാറാക്കും. ഇതിൽ സാധാരണ നിലയ്ക്ക് എക്സൈസാണ് നടപടികൾ സ്വീകരിക്കുന്നത്. എക്സൈസ് മാത്രം അല്ല, ജനങ്ങളാകെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ് കൂടുതൽ ശക്തമായ രീതിയിൽ ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ടീം അവരുടേതായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. എന്നാൽ അതോടൊപ്പം സമൂഹത്തിൻ്റെ ജാഗ്രത ഇതിൽ വലിയ തോതിൽ ഉയർന്നു വരിക എന്നുള്ളതാണ്. നമുക്ക് ഈ ആപത്തിനെ നേരിട്ടേ മതിയാവും.